ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലെബനനിലേക്ക് വലിയ ആക്രമണം ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണം. നേരത്തെ അതിർത്തിയിൽ നിന്നായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ ലെബനന് മുകളിൽ പറന്നുകൊണ്ട് ഇസ്രായേൽ സേനയുടെ വമ്പൻ ആക്രമണം 40 ഇടങ്ങളിലായിട്ടാണ് ആക്രമണം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 4:45 മുതലാണ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇസ്രായേലിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിലേക്കും ലെബനനിലേക്കുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിയിരിക്കുന്നു. ഒപ്പം ഇസ്രായേൽ അവരുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജോലിക്ക് പോകുന്നവർ പെട്ടെന്ന് ഷെൽട്ടറിൽ എത്താൻ കഴിയുന്നവർ മാത്രം ജോലിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോവുക. ഒപ്പം തന്നെ 30 ആളുകളിൽ കൂടുതൽ ഉള്ള സമ്മേളനങ്ങളോ ഇല്ലെങ്കിൽ പ്രോഗ്രാംസുകളോ മാത്രമേ അനുവദിക്കാൻ കഴിയൂ. അതിൽ കൂടുതൽ ആളുകളുള്ള പ്രോഗ്രാംസുകൾ അനുവദിക്കാൻ കഴിയില്ല. ഏതായാലും ഹിസ്ബുള്ളയുടെ ആ പ്രവർത്തനം അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ തീർക്കുക. കാരണം ഹിസ്ബുള്ള ഈ ഹമാസിന്റെ മാതൃകയിൽ ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന അതേ കൂട്ടക്കൊലയുടെ മാതൃകയിൽ ഇസ്രായേലി പൗരന്മാരെ കൊല്ലാൻ നീക്കം നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് ഇപ്പോൾ ഇസ്രായേലി സേന IDF ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. വലിയ യുദ്ധം തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുവരെ പ്രത്യാക്രമണങ്ങളായിരുന്നെങ്കിൽ ഇത് യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൽ നേർക്ക് അനവധി റോക്കറ്റുകളും തൊടുത്തുവിടുന്നുണ്ട്. ന്യൂസ് ഇന്ത്യ മലയാളം.